എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചേർത്തലയിലാണ് നിൽക്കുന്നത്. ചേർത്തലയിൽ നിങ്ങളെ ഒരു അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, ഒരു എയറോപോണിക്സ് സിസ്റ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ, എൻ്റെ ഈ ചുറ്റും കാണുന്ന പോലെ നമ്മൾ എങ്ങനെയാണോ ഒരു ടാങ്കിൽ നിന്ന് ഫിഷിനെ വളർത്തി അതിൻ്റെ വേസ്റ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ചെടികളെ വളർത്തുന്നത്, ആ സിസ്റ്റമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാണാം നമുക്ക് അതിൻ്റെ വിഷയം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ 10 മീറ്റർ ഡയമീറ്റർ, 10 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 80,000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഈ ടാങ്കിൻ്റെ അകത്താണ് നിങ്ങൾക്ക് ഏത് മത്സ്യത്തെയും വേണമെങ്കിലും വളർത്താം കേട്ടോ. ശുദ്ധജലത്തിൽപ്പെടുന്ന ഏത് മത്സ്യത്തെ വേണമെങ്കിലും വളർത്താം. വരാൽ, കരിമീൻ, കാരി, കൂരി, ഇനി അനബാസ്, സീബാസ്, എന്ത് വേണമെങ്കിലും നമുക്ക് വളർത്താം. ഈ 10 ലക്ഷം ലിറ്ററിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാരിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ വരാലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വരാലിന് അല്ലെങ്കിൽ ഈ കാരിക്ക് കൊടുക്കുന്ന തീറ്റയിൽ നിന്നും ഇതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റാണ് നമ്മൾ പമ്പ് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്ത്, നിങ്ങൾ ഈ കാണുന്ന ഈ ടാങ്കിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 3000-ഓളം മത്സ്യം മിനിമം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് അതിൻ്റെ ഫിൽട്രേഷൻ, ഇപ്പോൾ RAS പോലെ തന്നെ ഫിൽട്രേഷൻ കൊടുത്തിട്ട് നമുക്കതിനെ അത്യാവശ്യം നല്ല രീതിയിൽ വലുതാക്കി എടുക്കാം. എല്ലാ കർഷകർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, സാധാരണ ഈ വരാൽ, കരിമീൻ പോലെയുള്ളതിനൊക്കെ ടാങ്കുകളിൽ വളർത്തുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃകയിലൊന്നാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്രേഷന് വേണ്ടി നമ്മൾ മുതലാക്കുന്ന ഓരോ രൂപയും പച്ചക്കറിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ടാങ്കിൽ വളർത്തുന്ന 3000 മത്സ്യങ്ങളുടെ വേസ്റ്റ് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഈ കാണുന്ന പോലെ തന്നെ തിരിച്ച് ശുദ്ധവെള്ളം, അതായത് ശുദ്ധമായിട്ടുള്ള വെള്ളം, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന അമോണിയ കാഷ്ടങ്ങളെല്ലാം മാറിയ വെള്ളം തിരിച്ച് ഇതിൻ്റെ അകത്ത് എത്തിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ടാങ്കിൽ നിന്ന് സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ ഫിൽട്രേഷൻ ടാങ്കിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മേളിലാണ് ഫിൽട്രേഷൻ ടാങ്ക് വെച്ചിരിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടെ പോകുന്ന ഈ പൈപ്പ് മേളിലൂടെ പോയിട്ട് മേളിലത് ആ കാണുന്ന ടാങ്കുകളിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ടാങ്കുകളിലാണ് നമ്മളിപ്പോൾ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഈ ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടാങ്കുകളാണ്. അതിൻ്റെ അകത്ത് മെക്കാനിക്കൽ ഫിൽട്ടർ, ബയോ ഫിൽട്ടർ, അതുപോലെ തന്നെ ഒരു സ്ലഡ്ജ് റിമൂവറും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ 3 ടാങ്കുകളിലായിട്ട്, ഇതിലൊരെണ്ണം വാഷ്റൂമിൻ്റെയാണ്, അതല്ലാതെ 3 ടാങ്കുകളിലായിട്ടാണ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് മെക്കാനിക്കൽ ഫിൽട്ടർ, ബയോ ഫിൽട്ടർ, സ്ലഡ്ജ് ടാങ്ക്, ഇത് 3ഉം കൂടെ ചേർന്നിട്ടാണ്. പിന്നീട് അവ താഴത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ലൈനിലൂടെ നേരെ താഴെ ഈ ചെടികൾക്കായിട്ടുള്ള വെള്ളത്തിലേക്ക് വരുന്നത്. നോക്കൂ, അപ്പോൾ ഓരോ ലൈനും ഈ രീതിയിൽ വന്നിട്ട് നമ്മുടെ ചെടികളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് താഴെ വരെ എത്തിയതിന് ശേഷം ഈ കാണുന്ന ബേസിനിൽ കളക്ട് ചെയ്യുകയും താഴെ എല്ലാത്തിൽ നിന്നും ഉള്ള വെള്ളം ഒരേ സമയം നേരെ തിരിച്ച് ഈ രീതിയിൽ തന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ വന്നതിന് ശേഷം ഈ വെള്ളം നേരെ എത്തുന്നൊരു സ്ലഡ്ജ് ടാങ്കിലേക്കാണ്. ഈ നല്ല വെള്ളം, അതായത് ഈ വരുന്ന വെള്ളം വീണ്ടും പമ്പ് ചെയ്തിട്ട് നമ്മുടെ ടാങ്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ടാങ്കിലാണ് നമ്മൾ രണ്ടാമത് ശുദ്ധജലം വീണ്ടും കാണുന്നത്. ഈ വരുന്നത് നമ്മുടെ ശുദ്ധജലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 20 ടവറുകളുണ്ട്. അതായത് ഈ കാണുന്ന ഓരോന്നുമാണ് ടവർ എന്ന് പറയുന്നത്. ഈ ടവറിലാണ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന കാഷ്ടം മുഴുവനും നമ്മുടെ സെറ്റിലിംഗ് ടാങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകം ബോളുകളാണ്. ഈ ബോളുകൾക്കുള്ളിൽ ബാക്ടീരിയാസ് ഉണ്ടാവും. ബാക്ടീരിയാസ് മൂലം നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. അത് ചെടികൾ വലിച്ചെടുക്കുന്നു. വീണ്ടും ശുദ്ധജലം മാത്രം തിരിച്ച് നമ്മുടെ ടാങ്കിലേക്കായിട്ട് പോകുന്നു. അപ്പോൾ സാധാരണ
അതായത് ചെറിയൊരു ടാങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 1000 ലിറ്ററിൽ നിങ്ങളൊരു 10-20 മത്സ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് ഫിൽട്രേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ അധിക വിള ലഭിക്കാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫിൽട്രേഷൻ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിൽട്രേഷൻ നിങ്ങൾക്കിപ്പോൾ ഈ പാലക്ക് ഇവിടെ നോക്കി, കാന്താരി എത്ര നന്നായിട്ട് പിടിച്ച് വെക്കണമെന്ന് നോക്കി. കാന്താരി മുളകൊക്കെ വളരെ നന്നായിട്ട് പിടിച്ച് വെക്കുന്നുണ്ട്. ഈ കാന്താരി മുളക്, പാലക്ക്, അതുപോലെ തന്നെ ക്യാബേജ് പോലെയുള്ള എല്ലാ ലീഫി ആയിട്ടും അതുപോലെ തന്നെ മറ്റ് ചെടികൾ കുറേ എണ്ണം നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ മറ്റൊരു പ്രത്യേകത 45 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാർവസ്റ്റ്, അതായത് ഇപ്പോൾ പാലക്ക് ഓൾറെഡി അദ്ദേഹം ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പാലക്കും അതുപോലെ തന്നെ കാന്താരി എല്ലാം ഒരു 45 ദിവസം കൊണ്ട് ഹാർവസ്റ്റ് ചെയ്യാം. മത്സ്യം 6 മാസം എടുത്താൽ പോലും നമുക്ക് അതിനുള്ളിൽ തന്നെ 4 ഹാർവസ്റ്റ് ചെടികളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ യൂണിറ്റ് ഉണ്ടെങ്കിൽ പോലും ഓരോ ഈ ടവറിനൊക്കെ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 3000 രൂപയോളം ചിലവ് വരുന്നുള്ളൂ. ആ ചിലവിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് തന്നെ വെള്ളം ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ശുദ്ധജലം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ പദ്ധതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യം നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ആയിരുന്നു, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉള്ള വെള്ളം റീസർക്കുലേറ്റ് ചെയ്യാനും ഈ രീതിയിൽ ചെടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റിയത് ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജി കേരളത്തിൽ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനായിട്ട് നോക്കുന്നു. ഇതിന് നമ്മൾ എയറോപോണിക്സ് എന്നാണ് പറയുക. സാധാരണ ചെടികൾ വളർത്തുന്നതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് എയറിൽ ചെടികൾ വളർത്തിയെടുക്കുന്നതിനാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഏകദേശം എന്താ പറയുക, നിങ്ങൾക്കൊരു 40-45ഓളം വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റം നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫലഭൂയിഷ്ടമായിട്ട് ചെടികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ 21-ാം തീയതി ക്ലാസ് ഇവിടെ വച്ച് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെടി വളർത്താം, എന്തൊക്കെ ഫിൽട്രേഷൻ ചെയ്യാം, വരാൽ എങ്ങനെ വളർത്താം, കാരി എങ്ങനെ വളർത്താം, ഇതിൻ്റെ അകത്ത് കരിമീൻ എങ്ങനെ വളർത്താം എന്നുള്ള എല്ലാ പൂർണ്ണ വിവരം അടങ്ങുന്ന ഒരു ക്ലാസ് സെപ്റ്റംബർ 21-ാം തീയതി ഈ ഫാമിൽ വെച്ച് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഫിൽട്രേഷനെ കുറിച്ച് ഇനി പേടിക്കുകയേ വേണ്ട, നല്ല രീതിയിൽ തന്നെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സീ യു ദേർ.